ശിലയെ ശിവനായി പ്രാണനേകിയ മാണുഗുരുവിൻ കേരളം. ഈ കേരളം എന്താണ്? സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ വന്ന് ഭ്രാന്താലയം എന്ന് വിളിച്ച, ലൂണാറ്റിക് അസൈലം എന്ന് വിളിച്ച ജാതി ഭ്രാന്തന്മാരുടെ നാടിനെ ദേവഭൂമിയാക്കി മാറ്റിയത് നാരായണ ഗുരുവാണ്. എങ്ങനെ? 1888 ശിവരാത്രി നാളില് ആ ശങ്കരൻകുഴിയിലെ അഗാധമായ ഗർത്തത്തിൽ അർദ്ധരാത്രിയിൽ മുങ്ങിയെടുത്ത ഒരു ശിലാഖണ്ഡം തൻ്റെ മാറോട് ചേർത്ത് നിറമിഴികളോടുകൂടി പ്രാർത്ഥനാഭരിതമായി അവിടെ കണ്ട ഒരു പാറയിൽ സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാത്യതീതമായ ഒരു ലിംഗപ്രതിഷ്ഠ, ആഠ്യ സാമൂഹ്യ ബോധത്തിൻ്റെ മേലെ നടത്തിയ ലിംഗപ്രതിഷ്ഠ, കേരളത്തിലെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ഏറ്റവും ഉയർന്ന അധ്യായം. അതാണ് 1888 അരുവിപ്പുറത്ത് നടന്ന പ്രതിഷ്ഠ. അതിനെ വളരെ മനോഹരമായിട്ടിവിടെ പറയാണ്, ശിലയെ ശിവനായി പ്രാണനേകിയ മാണുഗുരുവിൻ കേരളം.